ഹൃദയവുമായി ബന്ധപ്പെട്ട് ഈ ബോഡി വിയർക്കുന്നതുമായി എന്താണ് ബന്ധം? അതായത് നമുക്ക് അറിയാം, സാധാരണ ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുമ്പോൾ ശരീരം വിയർക്കുകയാണ് അല്ലെ, നെഞ്ചുവേദന വന്ന് വേദന ഈ കയ്യിലൂടെ വന്ന് ഇവിടെ വന്ന് നെഞ്ചുവേദന വിയർക്കും. ഈ നെഞ്ചുവേദന വരാതെയും ചില ആൾക്ക് വിയർക്കാറുണ്ട്. പലപ്പോഴും ഈ വിയർക്കുക എന്നുള്ളത് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമൊന്നുമല്ല, എന്നാൽ ഈ ഹൃദയ ആഘാതം ഉണ്ടാവുന്ന ആൾ വിയർക്കാറുണ്ട്. അപ്പോൾ ഈ വിയർക്കുക എന്നുള്ളത് നമ്മൾ വിയർക്കാത്തത് കൊണ്ട് ഹൃദയം നമ്മൾ വിയർപ്പിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ദിവസവും വിയർക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ മാനസിക സമ്മർദ്ദം സ്ഥിരമായിട്ടുള്ള ആളുകളിൽ അയാൾ ഡെയിലി വ്യായാമം ചെയ്താലും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അതാണ് വിയർക്കണം എന്ന് പറയുന്നത്. വിയർക്കൽ ഒരു ശരീരത്തിൻ്റെ വളരെ അത്യാവശ്യമാണ് വിയർക്കുന്നത്. വിയർക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. മുമ്പ് കാലത്ത് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഇല്ലാത്തതിന് പ്രധാന കാരണം അന്നുള്ള ആൾ വിയർത്തിരുന്നു പറഞ്ഞു. ഇപ്പോൾ വിയർക്കുന്നില്ല, കുറവാണല്ലോ. ഇപ്പം നമ്മളൊരു പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ കയറുന്നു, ഫാൻ ഇടുന്നു. ഒരു 2 മിനിറ്റ് നമുക്ക് ചൂട് വരുമ്പോൾ നമ്മൾ ഫാൻ ഇടുക, AC ഒക്കെ ഉപയോഗിക്കുന്നു. ചില ആളുകൾ ഫാനും AC ഉപയോഗിക്കുന്നു. വാഹനത്തിൽ കയറുമ്പോൾ കയറി ഉടനെ തന്നെ AC മാക്സിമം കൂട്ടി വെച്ചിട്ട് പോകുന്നു. അപ്പോൾ ഒരിക്കലും ആളുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വിയർക്കാനുള്ള സാഹചര്യം കുറവാണ്. അപ്പോൾ വിയർക്കാനുള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാലും മാനസിക സമ്മർദ്ദം നമ്മൾ സപ്രസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് പറയാനുള്ളത്. അപ്പോൾ വിയർക്കൽ വളരെ അത്യാവശ്യമാണ്.